കോയമ്പത്തൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ അമുതൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ബഹളം. கோவை ஒத்தக்கால் மண்டபம் பகுதியில் இருக்கக்கூடிய ஒரு தனியார் பொறியியல் கல்லூரியில் 3ஆம் ஆண்டு படிச்சுக்கிட்டு வந்த மாணவர், அவர் பேர் அமுதன், நேற்று 20 பேர் கொண்ட கும்பலால, அதுவும் அவர் கூட படிக்கக்கூடிய மாணவர்களாலே அடிச்சு கொல்லப்பட்டிருக்கிறார். இதை ஏதோ ஒரு தனிநபர் சம்பவமாக நாம் பார்க்க முடியாது. இதற்கு அரசு முழு பொறுப்பு எடுக்க வேண்டும். ஏன்னா வழக்கு விசாரணைக்காக மாணவர் அமுதனை நேற்று முன்தினம் கோவை செட்டிப்பாளையம் போலீசார் அவர்கள் காவல் நிலையத்திற்கு அழைச்சிட்டு வந்திருக்கிறாங்க, வர சொல்லி இருக்கிறாங்க. அப்ப மாணவர்கள் மத்தியில் ഹോസ്റ്റലിലെയും ക്യാമ്പസിലെയും ലഹരിമരുന്ന് മാഫിയെക്കുറിച്ച് കോളേജ് അധികൃതർക്ക് വിവരം നൽകിയതിനാണ് അമുതനെ സഹപാഠികൾ ഉൾപ്പെടെയുള്ള സംഘം തല്ലിക്കൊന്നതെന്ന പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ ആരോപണമാണ് നിയമസഭയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ ഈ കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമുണ്ടായ ഒന്നാണെന്നും ലഹരിമരുന്ന് മാഫിയയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി മന്ത്രി രാജ്മോഹൻ രംഗത്തെത്തിയതോടെ സഭയിൽ ബഹളം രൂക്ഷമായി. ഈ കൊലപാതകത്തിന് പിന്നിൽ ലഹരിമരുന്ന് മാഫിയല്ല, മറിച്ച് വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യക്തിപരമായ മുൻവൈരാഗ്യമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മൊബൈൽ ഫോൺ പിടിച്ചുപറിക്കലുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായ ഒരു തർക്കത്തിന്റെ പ്രതികാരമായാണ് അമുതനെ ഒരു സംഘം തടഞ്ഞു നിർത്തി മൈതാനത്ത് വെച്ച് മർദ്ദിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, കോയമ്പത്തൂര്, തമിഴ്നാട്. നമസ്കാരം. 2026 പകുതിയിൽ ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.